ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേ. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കുള്ള ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്, അതും എടുക്കുന്നുണ്ട്. അപ്പോൾ മീൻകാരമാമൻ വന്നപ്പോൾ മീൻകാരമാമൻ്റെ ഇന്ന് മീനും വാങ്ങിച്ചിട്ടുണ്ട്. അയിലയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നീലൂട്ടനും അമ്മയും കൂടെ മേളിൽ മുളകും മല്ലിയും പിടിപ്പിക്കാൻ പോയിട്ട് വന്നപ്പോൾ അമ്മയ്ക്കൊരു ഓണക്കോടി ഇട്ടിട്ടുണ്ട്. അമ്മയുടെ കൂട്ടുകാരി അമ്മ കൊടുത്തതാണേ. അപ്പോൾ മീൻ ഞാൻ കൊണ്ടുവന്ന് നേരെ വറക്കാനായിട്ട് പുരട്ടി അങ്ങോട്ട് വെച്ചു കഴുകിയിട്ട്. പിന്നെ ഞാൻ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് നമ്മുടെ പയറിൽ നിന്ന് പയർ പറിക്കാനായിട്ട് ഒരു 3 പയറേ ഉള്ളൂ, അത് പറിച്ചെടുക്കാനായിട്ട് വന്നതാട്ടോ. 2-3 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ടുവന്ന് മെഴുക്കുവരട്ടിയും വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പായസം മിക്സ് ഇവിടെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. പാലടയുടെ പായസം മിക്സാണ്. അപ്പോൾ അതെടുത്തിട്ടൊരു പായസവും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അമ്മ എന്തായാലും നീലൂട്ടന് സദ്യ ഒരുക്കുന്നുണ്ട്. സദ്യ മീൻസ് അവന് കഴിക്കാൻ പറ്റുന്ന പരിപ്പും പപ്പടവും സാമ്പാറും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഈ പായസം കൂടെ വെച്ച് കൊടുക്കാനേ. അപ്പോൾ ഇല ഇട്ടിട്ട് ഞങ്ങൾ 3 പേരുടെ കഴിക്കാനായിട്ട് പോകാം കേട്ടോ. ഒരു വിഷമേ ഉള്ളൂ, ചേട്ടായി മാത്രം കൂടെ ഇല്ല. ചേട്ടായി അങ്ങ് പോയി കേട്ടോ. ചേട്ടായി ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ചേട്ടായി പോയി. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതിനകത്ത് കുറച്ച് 2-3 എണ്ണ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വേറെ അണ്ടിപ്പരിപ്പ് ഇരുന്നത് എടുത്തു വെച്ചു. പകുതി നീലൂട്ടം കൊണ്ടുപോയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ നെയ്യിൽ വറുത്ത് പായസത്തിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെള്ളം തിളച്ച് പാലും വെള്ളവും കൂടെ ആദ്യം ഞാൻ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് പഞ്ചസാരയാണ് 2 പായസം വയ്ക്കാനുള്ള പഞ്ചസാരയുണ്ട് ഈ ഒരു കവറിനകത്ത്. എന്തായാലും അത് മൊത്തം തട്ടിയിട്ടിട്ട് ഇതാ ഏലക്കാപ്പൊടി തന്നെ ആണോ എന്ന് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ പാലട വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ബാക്കി വന്ന പാലും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനെ തന്നെയാണോ വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ രീതിയിലൊരു പായസം അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൂടെ വന്നിട്ട് നീലൂട്ടൻ്റെ കയ്യുപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ഏതാണ്ടൊക്കെ പറക്കേനകത്ത് അണ്ടിപ്പരിപ്പ് തന്നെ കേട്ടോ വറക്കേനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പായസം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചതാട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ നെയ്യിൽ വറുത്ത് കുറച്ചധികം നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നീലൂട്ടന് കൊടുക്കാനായതുകൊണ്ട് കുറച്ചധികം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇല വെട്ടാനായിട്ട് പോയി കേട്ടോ. 3 ഇല വെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ 3 പേരുടെ 3 മൂലയ്ക്കിരുന്ന് കഴിക്കാനായിട്ട് പോവുക. ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. വലിയ സദ്യയൊന്നുമില്ല, ഇന്ന് ചതയം കേട്ടോ. നാളെ ചതയം ദിവസമാണ് ഇങ്ങനെ സദ്യയായിട്ട് ഒരുക്കി പയർ മെഴുക്കുവരട്ടിയും ഇഞ്ചിയും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുന്ന ഈ 3 പേർക്കും കൂടെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കും കൂടെ ഇലയിൽ ചോറ്, അവർ സദ്യയായിട്ട് എടുത്താൽ കഴിക്കത്തില്ല അവർക്ക്. അതുകൊണ്ട് മീൻ പുരട്ടി വറുത്ത മീനുണ്ടായിരുന്നു, അത് പുരട്ടി കൊടുത്തു. പിന്നെ പായസവും കൊടുത്തു കേട്ടോ. ബൈ.